അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഷെയ്ഖ് അബു അബ്ദുല്ലാ ഹംസ അന്നായിലി ഹഫിളഹുല്ലാഹ് രചിച്ച തംബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലെ അള്ളാഹുവിനെ അളമത്ത് നൽകുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഅളീമുല്ലാഹി അസ്സ വജല്ല എന്ന ലേഖന പരമ്പരയിലെ മൂന്നാമത്തെ ലേഖനമാണ് ഇൻഷാ അല്ലാഹ് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൽ നഹ്നു മുഅല്ലിമൂന ലില്ലാഹ്, നാം അള്ളാഹുവിന് മഹത്വം കൽപ്പിക്കുന്നുണ്ടോ, അള്ളാഹുവിന് മഹത്വം നൽകുന്നവരാണോ നാം എന്നുള്ളതാണ് ഷെയ്ഖ് ഈ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയുന്നു, ലഖദ് ദമ്മല്ലാഹു തആല മൻ ലം യുഅല്ലിംഹു ഹഖ്ക അളമതിഹി വല ഗറഫഹു ഹഖ്ക മഅരിഫതിഹി. അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയാത്ത, അള്ളാഹുവിന് മഹത്വം നൽകേണ്ട മുറപ്രകാരം മഹത്വം നൽകാത്ത ആളുകളെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾ അള്ളാഹുവിന് യാതൊരു വഖാറും ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലല്ലോ. സൂറത്തു നൂഹിന്റെ 13-ാമത്തെ ആയത്താണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തുപറ്റി, നിങ്ങൾ അള്ളാഹുവിനെ യാതൊരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ ലാ തർജൂന ലില്ലാഹി അളമ, അഥവാ ഇവിടെ വഖാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തർജൂന ലില്ലാഹി അളമ, നിങ്ങൾ അള്ളാഹുവിന് യാതൊരു അളമത്തും മഹത്വവും കൽപ്പിക്കുന്നില്ലല്ലോ എന്നാണ് ഇതിന്റെ അർത്ഥം. വഖാറിന്റെ അർത്ഥം അളമത്താണ്. വഖാർ കൊണ്ട് അള്ളാഹു തആല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അളമത്തിനെയാണെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വഖാല സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാലക്കും ലാ തുഅല്ലിമൂനല്ലാഹ ഹഖ്ക അളമതിഹി, അള്ളാഹുവിനെ മഹത്വം നൽകേണ്ട മുറപ്രകാരം നിങ്ങൾ മഹത്വം നൽകുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തുപറ്റി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമെന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഈ രണ്ട് അഭിപ്രായങ്ങളും തഫ്സീർ തുബരിയിൽ കൊടുത്തിട്ടുള്ളതാണ്. വഖാല ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വഖാർ സൂറത്തു നൂഹിന്റെ 13-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള വഖാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം സൂചിപ്പിച്ചതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, വഹാദിഹിൽ അഖ്വാലു തർജിഉ ഇലാ മഅന വാഹിദ്, ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ മടങ്ങുന്നത്, വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ആശയത്തിലേക്കാണ്. വഹുവ അന്നഹും ലൗ അള്ളമുല്ലാഹ് വഗറഫു ഹഖ്ക അളമതിഹി വഹദൂഹു വഅതഅഊഹു വശകറൂഹു. ആ ആശയം എന്നുള്ളത് ലൗ അള്ളമുല്ലാഹ്, ഈ ആളുകളെങ്ങാനും അള്ളാഹുവിനെ മഹത്വം നൽകുന്നവരായിരുന്നുവെങ്കിൽ, വഗറഫു ഹഖ്ക അളമതിഹി, അവന്റെ മഹത്വത്തെ വേണ്ട വിധം മനസ്സിലാക്കിയവരായിരുന്നുവെങ്കിൽ, വഹദൂഹു, അവന്റെ തൗഹീദിനെ അംഗീകരിക്കുമായിരുന്നു, അവനെ ഏകനാക്കുമായിരുന്നു, വഅതഅഊഹു, അവനെ അനുസരിക്കുമായിരുന്നു, വശകറൂഹു, അവന് നന്ദി കാണിക്കുമായിരുന്നു എന്നാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. ശേഷം ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് പറയുന്നു, ഫഹൽ നഹ്നു അയ്യുഹൽ അഹിബ്ബ മുഅല്ലിമൂന ലില്ലാഹി തആല, അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിനെ മഹത്വം കൽപ്പിക്കുന്നവരാണോ, വില കൽപ്പിക്കുന്ന ആളുകളാണോ നാം? ലിൽ ഇജാബത്തി അൻ ഹാദ തസാഉൽ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, ലബുദ്ദ അൻ നൻദുറ ഇലാ ഹാലിന ഇൻദൽ ഇഖ്ദാമി അലാ ഫിഅലി ത്വആത്ത്,
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ പോകുന്ന സന്ദർഭങ്ങളിൽ, സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ നിൽക്കുന്ന സന്ദർഭങ്ങളിലുള്ള നമ്മളുടെ അവസ്ഥയിലേക്ക് നാം ഒന്ന് നോക്കേണ്ടതുണ്ട്, ആ ഒരു അവസ്ഥയെ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, നാം ചോദിക്കണം, കൈഫനു അദ്ദീഹ, നാം ഇപ്പോൾ എങ്ങനെയാണ് അള്ളാഹിനുള്ള ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം സ്വയം ചോദിക്കണം. ഹൽ നു അദ്ദീഹ റഅബതൻ വറഹ്ബതൻ മിനല്ലാഹ്, നാം ആ ഒരു ഇബാദത്തുകൾ നിർവഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഭയവും അതേസമയം തന്നെ പ്രതീക്ഷയും വെച്ചുകൊണ്ടാണോ നാം റബ്ബിന ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? അം അന്ന ത്വഅത ഇൻദനാ അസ്ബഹത് ആദത്തുൻ തതകറർ മിന്ന കുല്ല യൗമിൻ ദൂന ശുഊരി ബിഹാ വൽ ഇഹ്സാസി ബിസമാരിഹ, അതല്ല, ഇബാദത്തുകളെല്ലാം തന്നെ ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിനചര്യ എന്ന മട്ടിൽ യാന്ത്രികമായിക്കൊണ്ട് ഒരു നിർജീവമായ മനസ്സോടുകൂടി ചെയ്തു പോകുന്ന ചില കർമ്മങ്ങൾ, ആത്മചൈതന്യമില്ലാത്ത ചില കർമ്മങ്ങളായിട്ട് നമ്മുടെ ഇബാദത്തുകൾ മാറിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളോട് നാം തന്നെ ചോദിക്കണമെന്നാണ്. ഹൽ നസ്തശിർ ഇന്ദ മഅസിയതിനാ ലില്ലാഹി അന്ന ഫൗകനാ ജബലുൻ യകാദു യസ്കുതു അലൈനാ, നാം അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരം, നാം ചെയ്യുന്ന തെറ്റുകൾ, അതിനെ നമ്മുടെ മേൽ ആപതിക്കാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തെ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് മുകളിലേക്ക് വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തെ പോലെ നമുക്ക് നമ്മുടെ പാപങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അം നഷ്ഉറു അന്ന ദുബാബതൻ വഖഅത അലാ അൻഫി അഹദിന ഫഖാല ബിഹി ഹാകദ, അതല്ല, നമ്മുടെ മൂക്കിൻ മുമ്പിൽ പറന്നു കളിക്കുന്ന കേവലം ഒരു ഈച്ചയെ പോലെ നിസ്സാരമായിട്ടാണോ നമുക്ക് നമ്മുടെ പാപങ്ങളെ അനുഭവപ്പെട്ടിട്ടുള്ളത്? ഖാല അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു മുഅ്മിൻ അവന്റെ പാപങ്ങളെ കാണുക, നോക്കിക്കാണുക എന്നുള്ളത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, തന്റെ മേൽ ആപതിക്കാൻ നിൽക്കുന്ന, തന്റെ മേൽ തകർന്നു വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തിന് കീഴെ ഇരിക്കുമ്പോൾ ഒരുവൻ എത്രമാത്രം ഭയപ്പെടുമോ, എത്രമാത്രം ഭയപ്പാടോടുകൂടിയാണോ ആ പർവ്വതത്തെയും അതിനെ നോക്കിക്കാണുക, അതുപോലെയാണ് തന്റെ പാപങ്ങളെ ഒരു മുഅ്മിനായ ആൾ നോക്കിക്കാണുക എന്നാണ്. തനിക്കുമേൽ എപ്പോ വേണമെങ്കിൽ ആ പർവ്വതം ആപതിക്കാം, വീഴാം, ആ ഒരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുപോലെയായിരിക്കും അവൻ അവന്റെ പാപങ്ങളെ നോക്കിക്കാണുക. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹാകദ, എന്നാൽ ഫാജിറായ, തെമ്മാടിയായ ഒരുവൻ അവൻ അവന്റെ പാപങ്ങളെ നോക്കിക്കാണുക കേവലം തന്റെ മുമ്പിലൂടെ, മൂക്കിൻ തുമ്പത്ത് പറന്നു നടക്കുന്ന ഒരു ഈച്ചയെപ്പോലെയാണ് അവൻ കാണുകയുള്ളൂ. അപ്പൊ അവന്റെ കൈകൊണ്ട് അവനത് തട്ടിമാറ്റും. ആ റാവി പറയാൻ അഷാറ റാവി ബിയദിഹി ഫൗക അൻഫിഹി, അദ്ദേഹത്തിന്റെ ആ കൈകൾ കൊണ്ട് മൂക്കിൻ തുമ്പത്ത് നമ്മൾ തട്ടിമാറ്റുമല്ലോ, അതുപോലെയാണ് ഒരു ഫാജിർ അവന്റെ പാപങ്ങളെ നോക്കിക്കാണുക എന്നാണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ്. ഫഇദാ അജബ്ന അൻ ഹാദിഹി തസാഉലാതി, ഈ ചോദിച്ച ചോദ്യങ്ങൾ, ഒന്നാമത്തേത് അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ അവസ്ഥ എന്താണ്? അത് നിർജീവമായിട്ടാണോ, അതല്ല മനസ്സാന്നിധ്യത്തോടു കൂടിയാണോ നമ്മളത് ചെയ്യുന്നത്? രണ്ടാമത്തേത് പാപങ്ങൾ, അതിനോട് നമ്മ ഏതൊരു നിലക്കാണ് ആ പാപങ്ങളെ നോക്കിക്കാണുന്നത്? അതിനെ കേവലം ഒരു നിസ്സാരമായിട്ടാണോ കാണുന്നത്, അതല്ല ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൗലിൽ പറഞ്ഞ ആ പർവ്വതത്തെ പോലെ, മുകളിലേക്ക് വീഴാൻ നിൽക്കുന്ന പർവ്വതത്തെ പോലെയാണ് നോക്കിക്കാണുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഫസനഅരിഫു യഖീനൻ വഹൽ അല്ലംന ഖാലിഖന അംല, നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും നാം നമ്മുടെ റബ്ബിന്, അല്ലാഹു തആലയെ മഹത്വം നൽകുന്നവരാണോ, അവനെ മഹത്വപ്പെടുത്തുന്നവരാണോ, അവന് വില നൽകുന്നവരാണോ നാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമെന്നാണ്. അയ്യുഹൽ കിറാം, ലഖദ് കാന സലഫുന സ്വാലിഹ് റഹിമഹുമുല്ലാ മിൻ അശദ്ദിൻ നാസി തഅളീമൻ ലില്ലാഹ്
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളായ സലഫുസ്വാലിഹീങ്ങൾ അവർ ഏറ്റവും അധികം അള്ളാഹുവിന് അളമത്ത് കൽപ്പിച്ചിരുന്ന, മഹത്വം നൽകിയിരുന്ന ആളുകളായിരുന്നു. അവരുടെ ഇബാദത്തുകളും അവരുടെ പാപങ്ങളെ വെടിയുന്ന മനസ്ഥിതിയുമെല്ലാം തന്നെ ഈ ഒരു കാരണം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കാല ഷേഖ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല അദ്ദേഹം സലഫുസ്വാലിഹ്യങ്ങളെ വിശദീകരിക്കുന്നത് വഹും അഷദ്ദു തഅളീമൻ ലില്ലാഹ്, അള്ളാഹുവിന് അതിശക്തമായ നിലക്ക് അങ്ങേയറ്റം ഗാംഭീര്യം കൽപ്പിച്ചിരുന്ന, മഹത്വം കൽപ്പിച്ചിരുന്നവരായിരുന്നു സലഫുകൾ എന്ന് സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല വിശദീകരിച്ചത്. സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല ഇന്ത്യയിലെ അറിയപ്പെട്ട ഒരു സലഫി പണ്ഡിതനായിരുന്നു. 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇന്ത്യയിലെ അറിയപ്പെട്ട സലഫി പണ്ഡിതനായിരുന്നു. ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ്. നമ്മുടെ ഭോപ്പാൽ എന്ന് പറയുന്ന പ്രദേശത്ത്, മധ്യപ്രദേശ് എന്നൊക്കെ ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇസ്ലാമിക ലോകത്ത് വലിയ സേവനങ്ങൾ അർപ്പിച്ചൊരു പണ്ഡിതനാണ് സിദ്ദീഖ് ഹസൻ ഖാൻ. നമ്മൾ അറിയേണ്ട ഒരു പണ്ഡിതനാണ്. ഫഅൻ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ല അദ്ദേഹം സലഫുകളെ വിശദീകരിക്കുകയാണ്. അഥവാ ഇമാം മുജാഹിദ് റഹിമഹുല്ല അദ്ദേഹം താബിഴിയാണ്. അദ്ദേഹം സഹാബികളെ അവരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ്. അപ്പൊ അദ്ദേഹം സഹാബികളെയും അദ്ദേഹത്തിന്റെ സലഫായ സഹാബികളെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാന ഇദാ ഖാമ അഹദുഹും യുസല്ലി യഹാബുർ റഹ്മാന അൻ യശുദ്ദ ബസറഹു ഇലാ ഷൈഇൻ, അവരിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണിനെ അല്പം പോലും മറ്റൊന്നിലേക്ക് തിരിച്ചു കളയുന്നതിനെ അത്രമാത്രം ഭയന്നിരുന്നു. അവർ അവരുടെ കണ്ണ് നോട്ടത്തെയോ മറ്റൊന്നിലേക്കും തിരിച്ചു കളയില്ല, മറ്റൊന്നിലേക്ക് അവർ നോക്കില്ല. ഔ യഅബസ് ബിശൈഇൻ, അതല്ലെങ്കിൽ ആ നമസ്കാരവുമായി ബന്ധമില്ലാത്ത അതിനു പുറമേയുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ ഒന്നും അവർ മുഴുകില്ല. ഔ യുഹദ്ദിസു നഫ്സഹു മിൻ ശഅനി ദുനിയ, അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയും അവരുടെ മനസ്സിൽ അവർ മനോവിചാരം നടത്തില്ല. ഇല്ലാ നാസിയൻ, എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ മറന്നാലൊഴികെ, മറവി സംഭവിച്ചിട്ടല്ലാതെ, അല്ലാതെ ഒരിക്കലും അവർ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും മുഴുകില്ല. അവരവരുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിർത്തുമായിരുന്നു എന്നാണ്. ഇത് തഅളീമു ഖദ്രി സ്വല എന്ന ഇമാം മർവസിയുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച അസറാണ്. ഇതുപോലെ തന്നെ വക്കാന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നത് ഇദാ ദഖല ഫിസ് സ്വലാത്തി, അദ്ദേഹം നമസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ തർതഇദു അഅ്ലാഉഹു ഹത്താ യമീല യുംനതൻ വയുസ്റ, അദ്ദേഹത്തിന്റെ അവയവങ്ങൾക്ക്, ശരീര അവയവങ്ങൾക്ക് ചെറിയ ഒരു വിറയൽ ബാധിക്കുമായിരുന്നു എന്നാണ്. ഹത്താ യമീലു യുംനതൻ വയുസ്റ, അങ്ങനെ അല്പം ഒരു ചെറിയ ചാഞ്ചാട്ടം, ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് ചെറിയൊരു ചാഞ്ചാട്ടം ആ വിറയൽ മൂലം അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ കാണാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ താരീഖ്, അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന ഇമാം ബസ്സാറിന്റെ അൽ അഅലാമുൽ ഉലിയ ഫി മനാഖിബി ഇബ്നു തൈമിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിന് നൽകുന്ന തഅളീം, ആ ഒരു തഅളീമാണ് യജഅലുനാ നഖ്ലഉ ലഹു വനുതിഅഹു, ആ ഒരു തഅളീമാണ് ആ അള്ളാഹുവിന്റെ മുന്നിൽ അവനോട് കീഴ്പ്പെട്ടവരാക്കുന്നത് നമ്മെ, അതുപോലെ തന്നെ അവനെ അനുസരിക്കുന്നവരാക്കുന്നത്. ഫതസ്ഹലു അലൈന അവാമിറുഹു, നമ്മൾ അപ്രകാരം അള്ളാഹുവിന് തഅലീം നൽകിക്കഴിഞ്ഞാൽ ആ റബ്ബിന്റെ കൽപ്പനകളെല്ലാം തന്നെ നമുക്ക് എളുപ്പമാകും. ഫനുനഫിസുഹാ മഅൽ ഖബൂലി വൽ മഹബ്ബ, ഇഷ്ടത്തോടുകൂടി നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അവന്റെ കൽപ്പനകൾ ഓരോന്നായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. വനബ്തഇദു അൻ നവാഹിഹി മഅൽ ഇൻശിറാഹി വസ്സുറൂരി ബിദാലിക്, മാത്രമല്ല അവൻ വിരോധിച്ച കാര്യങ്ങൾ, അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ, അവയിൽ നിന്നെല്ലാം തന്നെ ഹൃദയവിശാലതയോടുകൂടി സന്തോഷത്തോടുകൂടി അവയൊക്കെ വിട്ടൊഴിയുവാനും
അവയൊക്കെ ഒഴിവാക്കുവാനും നമുക്ക് കഴിയും. ഇത്തരത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ട മുറപ്രകാരം തഅലീം നൽകുന്ന ആളുകളാണെങ്കിൽ. വമിൻ സമ്മ ലാ തുഫാരിഖുനാ ലദ്ദത്തുൽ ഇബാദ, അതിനെ തുടർന്ന് നമ്മളിൽ നിന്ന് ഒരിക്കലും ആ ഇബാദത്തിന്റെ മാധുര്യം വിട്ടുപോവുകയില്ല. ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു, ഖദ് തതസാഅലൂൻ അനിൽ അസ്ബാബില്ലതി ഖദ് തുഈനുനാ വ ഇയ്യാകും ബിഇദ്നില്ലാഹി അലാ തഅലീമി ഖാലിഖിനാ സുബ്ഹാനഹു വ തആല ഫി നുഫൂസിനാ. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, അള്ളാഹുവിന് നമ്മുടെ മനസ്സിൽ തഅലീം നൽകുവാൻ കാരണമായിട്ടുള്ള അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. ഫൽ ജവാബ്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് ഷെയ്ഖ് ഇനി ഇതിന്റെ അള്ളാഹുവിന് തഅലീം നൽകുവാൻ നാം ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അദ്ദുആ. ഒന്നാമത്തേത് ദുആ ആണ്. ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നു, വദാലിക ബിഅൻ നസ്അലല്ലാഹ അൻ യഗ്രിസ ഫീ ഖുലൂബിനാ തഅലീമഹു വ തൗഖീറഹു ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം തന്നെ അള്ളാഹുവിനോടുള്ള തഅലീം, അവനോടുള്ള മഹത്വം, അവനോട് നാം കാണിക്കുന്ന വില, അത്തരം ഒരു തഅലീമും വഖാറും ഒക്കെ നമ്മളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. അതിന് കാരണം ഖദ് അമറനാ ബിദ്ദുആഇ വവഅദനാ ബിൽ ഇജാബ. ആ റബ്ബ് അവൻ അങ്ങേയറ്റം ഔദാര്യവാനാണ്. അവൻ നമ്മോട് ദുആ ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം നൽകാമെന്ന് അവൻ നമുക്ക് വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഖാല ജല്ല വഅല, അല്ലാഹു തആല പറഞ്ഞു, ദുഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്താണ്. ഖാലൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, ഹാദാ മിൻ ഫളിഹി തബാറക വ തആല വ കറമിഹി, അള്ളാഹുവിന്റെ അങ്ങേറ്റത്തെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ഒരു കാര്യം. അള്ളാഹു പറഞ്ഞ ഈ ഒരു കാര്യം, അന്നഹു നദബ ഇബാദഹു ഇലാ ദുആഇഹി, അള്ളാഹു അവനെ ആരാധിക്കുന്നതിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചു, വിളിച്ചു. വ തകഫല ലഹും ബിൽ ഇജാബ, എന്നിട്ട് അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മറുപടി നൽകാം, ആ മറുപടി നൽകാമെന്നുള്ള വാഗ്ദാനവും അവൻ ഏറ്റെടുത്തു. അത് ആ ഒരു ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുത്തു. വക്കാല ഷേഖ് സഅദി റഹിമഹുല്ല, ഷേഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, വ അമറഹും ബിദുആഇഹി, അല്ലാഹു തആല ഈ ആയത്തിൽ കൽപ്പിച്ചിരിക്കുകയാണ് ദുആ ചെയ്യാൻ വേണ്ടി, അവനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, ദുഊനി എന്ന് പറയുമ്പോൾ അത് കൽപ്പനക്രിയയാണ്. നിങ്ങൾ എന്നെ ദുആ ചെയ്യണം, അത് കൽപ്പനക്രിയയാണ്. അതാണ് ഷേഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ല പറയുന്നത്, വ അമറഹും ബിദുആഇഹി, അവന് ദുആ ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചു. ദുആഉൽ ഇബാദ വ ദുആഉൽ മസ്അല, അത് ആരാധനകൾ ചെയ്തുകൊണ്ടുള്ള ദുആ ആയിരിക്കാം, നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള ദുആഉൽ ഇബാദ, ആരാധനകളിലൂടെയുള്ള ദുആ ആയിരിക്കാം. അതുപോലെ തന്നെ ദുആഉൽ മസ്അല, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ദുആഉൽ മസ്അല, ഈ രണ്ട് തരത്തിലുള്ള ദുആകളുമായിരിക്കാം. വവഅദഹും അൻ യസ്തജീബ ലഹും, അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം നൽകാമെന്നുള്ള വാഗ്ദാനവും അവൻ നൽകുകയാണ് ഇതിൽ. അതാണ് പറഞ്ഞത് അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞത്. വതവഅദ മൻ ഇസ്തക്ബറ അൻഹ, മാത്രമല്ല അത്തരം ഒരു ഇബാദത്തിൽ നിന്ന്, ദുആയിൽ നിന്ന് അഹങ്കാരം നടിച്ച ആളുകളെ അവൻ താക്കീത് നൽകി. അല്ലാഹു തആല സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിശ്ചയമായും എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം നടിക്കുന്ന ആളുകളെ അവരെ ഈ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ, അതേ ആയത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നു. فالدعاء أيها الأحبة من أقوى الأسباب المعينة على تعظيم الباري سبحانه. അതുകൊണ്ട് തന്നെ ദുആ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അളമത്ത് അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുവാൻ സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അന്നജ്തനിബൽ മആസി മഹുമാ കാന ഹജ്മുഹ,
രണ്ടാമത്തേത് നാം മഅസിയത്തിനെ, ആ റബ്ബിന് ധിക്കാരം കാണിക്കുന്ന കാര്യങ്ങൾ, ആ റബ്ബിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കാതിരിക്കലാണ്. ആ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങളെ പ്രവർത്തിക്കാതിരിക്കലാണ്. മഹുമാക്കാൻ ഹജ്മുഹ, അത് എത്ര തന്നെ ചെറുതായാലും ശരി, അത് എത്ര നിസ്സാരമായാലും ശരി, അതിനെ പ്രവർത്തിക്കാതിരിക്കുക, അവയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. വനസ്തഹ്ലിർ ഇൻദ ഇർതികാബിഹ ഇളമ മൻ നഅസി, അത്തരമൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ആ ധിക്കരിക്കുന്നത്, അവന്റെ അളമത്തിനെ നമ്മുടെ ഹൃദയത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, ഫൽ മആസി തുഅസ്സിറു വതസീദു മിൻ ളഅഫി തഅളീമിർ റബ്ബി ജല്ല വഅല ഫിൽ ഖുലൂബ്. കാരണം മഅസിയത്തുകൾ, പാപങ്ങൾ, അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ അവന്റെ റബ്ബിനോട് അവൻ കാണിക്കുന്ന തഅളീം, അളമത്ത്, അതിന്റെ അളവിൽ കുറവ് വരുത്തും, അതിനെ ദുർബലപ്പെടുത്തുമെന്നാണ്. മഅസിയത്തും തഅളീമുർ റബ്ബ്, റബ്ബിനോടുള്ള അളമത്തും ഒരേ സമയം ഒരാളുടെ ഹൃദയത്തിൽ തുടരുകയില്ല, നിലനിൽക്കുകയില്ല. ഒന്ന് മറ്റൊന്നിനെ ദുർബലപ്പെടുത്തുമെന്നാണ്. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വമിൻ ഉഖൂബാതിഹ, അദ്ദേഹം മഅസിയത്തിന്റെ, പാപങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. വമിൻ ഉഖൂബാതിഹ, അതിന്റെ അനന്തരഫലങ്ങളിൽപ്പെട്ടതാണ് അന്നഹ തുളഇഫു ഫിൽ ഖൽബി തഅളീമർ റബ്ബ്, അവ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ റബ്ബിനോടുള്ള തഅളീമിനെ ദുർബലപ്പെടുത്തും. വതുളഇഫു വഖാറഹു ഫിൽ ഖൽബിൽ അബ്ദി വലാ ബുദ്, അനിവാര്യമായിക്കൊണ്ടും അവന്റെ ഹൃദയത്തിൽ അവന്റെ റബ്ബിന് നൽകുന്ന ആ ഗാംഭീര്യത്തെ, വിലയെ, അതിനെ താഴ്ത്തിക്കളയും, അതിനെ ഇല്ലാതാക്കിക്കളയും. ഷാ അബ, ഇനി അവനത് ഉദ്ദേശിച്ചിട്ടായാലും ശരി, ഉദ്ദേശിച്ചില്ലെങ്കിലും ശരി, അവൻ ഉദ്ദേശിച്ചിട്ട് അവന്റെ സമ്മതത്തോടെ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിലും ശരി, നിർബന്ധമായിക്കൊണ്ട് ഈ മഅസിയത്ത് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മഅസിയത്ത് അവന്റെ ഹൃദയത്തിൽ ആ റബ്ബിനോടുള്ള തഅളീമിനെ ചെറുതാക്കിക്കളയും, ദുർബലപ്പെടുത്തിക്കളയുമെന്നാണ്. വറുബ്ബമ അഗ്തറൽ മുഅ്തറൂൻ, ഒരുപക്ഷെ ചില ആളുകൾ വഞ്ചിക്കപ്പെട്ടേക്കാം, ചില വഞ്ചിക്കപ്പെടുന്ന ആളുകൾ വഞ്ചിക്കപ്പെട്ടേക്കാം. വഖാൽ, എന്നിട്ട് അവൻ പറയും, ഇന്നമാ യഹ്മിലുനി അലൽ മആസി ഹുസ്നുർ റജാഇ വതംറി ഫി അഫ്വഹി, ഞാൻ ഈ പാപങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് എന്റെ റബ്ബിനെ അങ്ങേയറ്റം വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്റെ റബ്ബ് അവൻ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അവന്റെ റഹ്മത്തിനെ കുറിച്ചും അവന്റെ അഫ്വിനെ കുറിച്ചും വിട്ടുവീഴ്ചയെ കുറിച്ചിട്ടൊക്കെ അങ്ങേയറ്റത്തെ ബോധ്യവും ദൃഢവിശ്വാസവും ഉറപ്പുമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത്. ലാ ളഅഫ അളമതിഹി ഫീ ഖൽബി, അതല്ലാതെ ആ റബ്ബിനോട് വില കൽപ്പിക്കാത്തോണ്ടല്ല, ആ റബ്ബിനെ വില കൽപ്പിക്കാത്തോണ്ടെന്നല്ല, അല്ലെങ്കിൽ അവനോട് നൽകുന്ന തഅളീം, അവന് നൽകേണ്ട സ്ഥാനത്തിൽ എന്തെങ്കിലും കുറവ് വന്നതുകൊണ്ടോ, ആ അളമത്ത് തഅളീമില് അത് ദുർബലപ്പെട്ടത് കൊണ്ടോ അല്ല ഞാൻ പാപം ചെയ്യുന്നത് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞേക്കാം. വഹാദ മിൻ മുഗാലതത്തിൻ നഫ്സി, ഇത് ഒരു അബദ്ധ ധാരണയിൽപ്പെട്ടതാണ്. ഇത് കേവലം ഒരു വ്യാമോഹം മാത്രമാണ്, ഇതൊരു അബദ്ധ ധാരണയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാരണം ഒരു അള്ളാഹുവിന് ഒരാൾ അളമത്ത് നൽകുന്നു, അള്ളാഹുവിന് ഒരാൾ മഹത്വം നൽകുന്നു എന്നുണ്ടെങ്കിൽ, ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അളമത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യഹൂലു ബൈനഹു വബൈന ദുനൂബ്, ആ ഒരു സ്വഭാവം അവനെയും അവന്റെ പാപങ്ങളെയും തമ്മിൽ മറടും. ഒരിക്കലും അവന് പാപം ചെയ്യാൻ കഴിയില്ല. വൽമുത്തജർരിഊന അലാ മഅസിഹി മാ ഖദറുഹു ഹഖ ഖദരിഹി, അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ മുന്നേറുന്ന ഒരാൾ, പാപങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനെ കണക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശേഷം ചോദിക്കുന്നത്, എങ്ങനെ ഒരുവൻ അള്ളാഹുവിന് മഹത്വം നൽകാനാണ്, എങ്ങനെ അവന് സ്ഥാനം നൽകാനാണ്, അവനെ ഗാംഭീര്യത്തോടു കൂടി കാണാനാണ്. മൻ യഹൂനു അലൈഹി അംറുഹു വനഹിയഹു, ആ റബ്ബിന്റെ കൽപ്പനകളും അവന്റെ വിധിവിലക്കുകളെല്ലാം തന്നെ ഇവന് നിസ്സാരങ്ങളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവന് ആ റബ്ബിനോട് വില തോന്നാനും അവന് മഹത്വം തോന്നാനും പറ്റുക? ഒരിക്കലും പറ്റില്ലല്ലോ. ആ റബ്ബ് കൽപ്പിച്ച കൽപ്പനകളൊക്കെ ഇവന് നിസ്സാരങ്ങളാണെങ്കിൽ പിന്നെ എങ്ങനെ ഇവന്റെ മനസ്സിൽ അളമത്ത് നിലനിൽക്കുമെന്നാണ് ഇവനീ പറയുന്നത്.
ഹാദാ മിൻ അംഹലിൽ മഹാലി, ഇത് അസംഭവ്യമായ കാര്യങ്ങൾ പെട്ടതാണ്. ഇത് തീർത്തും അസംഭവ്യമാണ്. ഇത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. വഅബിയനുൽ ബാത്തിൽ, ഏറ്റവും വലിയ ബാത്തിലാണത്. വഖഫാ ബിൽ ആസി ഉഖൂബതൻ, അതുകൊണ്ട് തന്നെ ഒരു പാപം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ശിക്ഷയായിട്ട് ഇത് തന്നെ മതി. ഏതാണ് ആ കാര്യം? അയ്യൽമഹില മിൻ ഖൽബിഹി തഅലീമുല്ലാഹി അസ്സ വജല്ല, അവന്റെ റബ്ബിന് അവൻ നൽകുന്ന തഅലീം അത് കുറഞ്ഞു പോവുക, അതില്ലാതായി പോവുക എന്നുള്ളത് തന്നെ മതി ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശിക്ഷയായിട്ടെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഉദ്ധരിച്ചതാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് അളമത്ത് നൽകുന്നതിന്റെ മൂന്നാമത്തെ കാര്യം അന്ന തഫക്കറ ഫീ ഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് നാം ധാരാളമായിട്ട് ചിന്തിക്കലാണ്. കൈഫ അഹ്സന അല്ലാഹു ഖൽഖ കുല്ല ഷൈഇൻ സുന്ന, ഓരോ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് എത്രമാത്രം പരിപൂർണതയോട് കൂടിയിട്ടാണ് അല്ലാഹു തആല നിർവഹിച്ചിരിക്കുന്നത് എന്നതിലേക്ക് ഒരാൾ ചിന്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ അളമത്ത് നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കാൻ സഹായകമായ കാര്യം. ഫതഫക്കുറു മിൻ അഹമ്മി അസ്ബാബിൽ മുഈന അലാ തഅലീമിൽ ബാരി, തഫക്കുർ, ഇത്തരം ചിന്ത എന്നുള്ളത് അള്ളാഹുവിന്റെ അളമത്തിനെ നമ്മളുടെ മനസ്സിൽ ജനിപ്പിക്കാൻ സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വലിഹാദ അസ്നല്ലാഹു അലാ മൻ യതഫക്കറ ഫീ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ അവരെ അല്ലാഹു തആല പുകഴ്ത്തിയതായിട്ട് കാണാൻ കഴിയും. സൂറത്തു ആലിമ്രാനിന്റെ 191 ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അവസാനം അവർ പറയുകയും ചെയ്യും, അള്ളാഹുവെ ഇതൊന്നും നീ നിരർത്ഥകമായിട്ട് സൃഷ്ടിച്ചതല്ല എന്നുള്ള ആ പ്രസിദ്ധമായ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു തആല അവന്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച്, അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. യഖൂലു ഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ലാ, ഷെയ്ഖ് നാസിറുദ്ദീൻ അസ്സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യുഖ്ബിറുല്ലാഹു തആല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു തആല ഈ ആയത്തിൽ നമുക്ക് അറിയിച്ചു തരുന്നത് ഹസ്സൽ ഇബാദ അല തഫക്കുരി ഫീഹ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തില്. ഇവിടെ അല്ലാഹു തആല ആയാത്ത് എന്നാണ് പ്രയോഗിച്ചത്. വഅബ്ഹമ ഖൗലുഹു ആയാത്ത് വലം യകുൽ അലൽ മത്ലബിൽ ഫുലാനി, ഇന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്, ഇന്ന പ്രത്യേക ആളെ കുറിച്ച് ചിന്തിക്കാനുണ്ട് എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. നേരെ മറിച്ചിട്ടോ, ഒരു ഇന്ന ദൃഷ്ടാന്തമുണ്ടെന്നല്ല, ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നാണ്. അത് ജമ്മായിട്ടാണ് അവിടെ അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ ല ആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞല്ലോ. ഇതിനെ കുറിച്ചിട്ടാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ പറയുന്നത്, ഇശാറത്തുൽ ലികത്റതിഹാ വഉമൂമിഹ. അങ്ങനെ ഇവിടെ ആയാത്ത് എന്ന് പറയാൻ കാരണം ഈ ഒരു ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അത്രയും അധികമാണ്, അത്രയും ആധിക്യം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആയാത്ത് എന്ന് പ്രയോഗിക്കാൻ കാരണമെന്നാണ്. വദാലിക ലിഅന്ന ഫീഹാ മിനൽ ആയാത്തിൽ അജീബ മാ യുബ്ഹിറുൻ നാളിരീൻ. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നിരീക്ഷിക്കുന്ന നിരീക്ഷകന്മാരെ, അവരെ അത്ഭുതപ്പെടുത്തുന്ന, അവരെ ആശ്ചര്യപ്പെടുത്തുന്ന ധാരാളം അത്ഭുതകരങ്ങളായ, അത്യത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിലുണ്ട്. വയഖ്നഉൽ മുതഫക്കിരീൻ, ചിന്തിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ. വയജ്ദിബു അഫ്ഇദത സ്വാദിഖീൻ, ആ റബ്ബിനോട് സത്യസന്ധത പുലർത്തുന്ന ആളുകളുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിലുള്ള അത്ഭുതകരങ്ങളായ ആയാത്തുകൾ. ഫലാ യുംകിനു ലി മഖ്ലൂഖിൻ അൻ യഹ്സിറഹു, ഒരു മഖ്ലൂക്കിനും, ഒരു സൃഷ്ടിക്കും തന്നെ അവയെ
ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല, എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഇത്ര ആയാത്തുകളുണ്ട്, ഇത്ര എണ്ണം എന്ന് പറയുവാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വഫിൽ ജുംലത്തി ഫീമാ ഫീഹാ മിനൽ അളമതി വസ്സഅ വൻതിലാമു സിയരി വൽ ഹറക യദുല്ലു അലാ അളമതി ഖാലിഖിഹ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു പ്രപഞ്ചത്തിൽ നാം കാണുന്ന മഹത്തായ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിന്റെ വിശാലത, അതുപോലെ തന്നെ അതിന്റെ വ്യവസ്ഥാപിതമായ മുന്നോട്ടുള്ള ഗമനം, ഇതെല്ലാം തന്നെ അറിയിക്കുന്നത് യദുല്ലു അലാ അളമതി ഖാലിഖിഹ, ആ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അളമത്തിനെയാണ് ഇവ അറിയിക്കുന്നതെന്നാണ്. അഥവാ ഈ പ്രപഞ്ചത്തിൽ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാഹ് സുദീർഘമായിട്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു വരുന്നത്. ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് തുടരുന്നു وإن من أنواع التفكر التي ينبغي دائما أن نستحضرها في قلوبنا وعقولنا. ഇതുപോലെ തന്നെ നാം വളരെയധികം പ്രാധാന്യപൂർവ്വം ചിന്തിക്കേണ്ട, മനസ്സിരുത്തേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ് അന്നളറ ഫീ ഹാലി മൻ ഗബറ. നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ സമുദായക്കാരെ കുറിച്ച്, ആളുകളെ കുറിച്ച് നാം ചിന്തിക്കല്. ഫലഖദ് ആശ അലാ ഹാദിഹിൽ അർളി അഖ്വാമുൻ അഅതാഹുമുല്ലാഹു ബസ്സതൻ ഫിൽ ജിസ്മി വഖുവ ഫിൽ ബദൻ. കാരണം ഈ ഭൂമിയിൽ നമുക്ക് മുൻപ് ധാരാളം തലമുറകൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമ്മേക്കാൾ ശാരീരികമായ ശേഷി നൽകപ്പെട്ട വിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ, നല്ല ശരീരശേഷിയും ആരോഗ്യവും നൽകപ്പെട്ട ധാരാളം വിഭാഗങ്ങൾ, അതിശക്തന്മാരായ മല്ലന്മാരായ ആളുകൾ അടങ്ങുന്ന ജനവിഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വലാകിന്നഹും ലമ്മാ കഫറു ബില്ലാഹ്, പക്ഷെ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചപ്പോ, വകദ്ദബു ബിർ റസൂൽ, അവരുടെ പ്രവാചകന്മാരെ കളവാക്കിയപ്പോ, അദാഖഹുമുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് അവരെ വിശപ്പിന്റെ വസ്ത്രങ്ങളും ശിക്ഷയുടെ നാനാവിധങ്ങളായ മുഖങ്ങളെ കൊണ്ട് അവരെ അല്ലാഹു തആല ശിക്ഷിച്ചു. ഷെയ്ഖ് പറയുന്നു ഫഹാഹും ഖൗമു ആദിൻ, ഇതാ ആദ് സമുദായം, അല്ലദീന ഖാലു മൻ അശദ്ദു മിന്നാ ഖുവ, അവർ പറഞ്ഞിരുന്നു ഞങ്ങളെക്കാൾ ശക്തിയുള്ള ആരാണ് ഈ ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? അല്ലാഹു തആല സൂറത്തു ഹാക്കയുടെ 6-7 ആയത്തുകളിൽ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു അതിശക്തമായ കാറ്റുകൊണ്ട് അവർ ശിക്ഷിച്ചു. അത് 7 ദിവസത്തോളം 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന ഒരു കാറ്റ്. അങ്ങനെ ആ കാറ്റ് അവരെ കടന്നുപോയപ്പോ അല്ലാഹു തആല പറയുന്നത് കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, വീണ് കിടക്കുന്ന ഈത്തപ്പനത്തടികളെ പോലെ അവരായിപ്പോയി എന്നാണ്. അതിശക്തന്മാരായ മനുഷ്യന്മാരെ ആ കാറ്റ് അമ്പെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ വഹാഹും സമൂദ് അല്ലദീന കാനു യൻഹദൂന മിനൽ ജിബാലി ബുയൂതൻ, ഇതാ സമൂദ് ഗോത്രം, അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ മലകൾ തുറന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ചിരുന്ന ആളുകളായിരുന്നു. അത്രയും ശക്തന്മാരായിരുന്നു. പക്ഷേ അവരെ അല്ലാഹു തആല സ്വൈഹത്ത്, ഘോര ശബ്ദം കൊണ്ട് പിടികൂടി. അതിനെക്കുറിച്ച് സൂറത്ത് ഹൂദിന്റെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അങ്ങനെ അവരുടെ വീടുകളിൽ അവർ കമിഴ്ന്നടിച്ച് വീണ് കിടക്കുന്നവരായി എന്നാണ്. അവരെല്ലാവരും കമിഴ്ന്നടിച്ച് മരിച്ചു വീണവരായി തീർന്നു എന്നാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. ഫമാ ബാലുനാ നഹ്നു അൽ അൽഅഫു വൽ അഖല്ലു മിൻഹും ഖുവ്വതൻ വബത്ഷ, അപ്പോൾ അവരെക്കാൾ ദുർബലന്മാരായ, അവരെക്കാൾ ശേഷി കുറഞ്ഞ നമ്മളുടെ അവസ്ഥ എന്താണ്? ലാ നഖ്ശ അൻ യുസീബനാ മിസ്ലമാ അസ്വാബ ഉലൈക്, അപ്പൊ ആ ഒരു വിഭാഗത്തെയൊക്കെ തകർത്ത് കളഞ്ഞ, അവരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞ രീതിയിലുള്ള ശിക്ഷ നമ്മളെ ബാധിക്കില്ലേ? ഖീല ലിൽ ഫുളൈൽ ഇബ്നു റയ്യാൽ റഹിമഹുല്ലാഹ്, ഇമാം ഫുളൈൽ ഇബ്നു റയ്യാൽ റഹിമഹുല്ലയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മാ അഅജബുൽ അശ്യാഇ, ഈ ഭൂമിയിൽ ഏറ്റവും അത്ഭുതം തോന്നിക്കുന്ന, അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചു. ഇപ്പൊ ഫഖാല, ഫുളൈൽ ഇബ്നു റയ്യാൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖൽബുൻ ഖറഫല്ലാഹു അസ്സ വജല്ല സുമ്മ അസ്വാഹു, ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്നുള്ളത് ഒരു ഹൃദയമാണ്.
ആ ഹൃദയത്തിന്റെ ഉടമ അവൻ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാല് സ്വന്തം നിലവാരം എത്ര ഉണ്ടെന്ന് അവന് തിരിച്ചറിയാൻ കഴിയും. താൻ എത്ര ദുർബലനാണെന്ന് തീർച്ചയായിട്ടും അവൻ അറിയാൻ കഴിയും. പക്ഷെ അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ഒരാൾ അതിനുശേഷം സുമ്മ അസ്വാഹു, എന്നിട്ട് ആ റബ്ബിനെ തന്നെ ധിക്കാരം കാണിക്കുക, ആ റബ്ബിനോട് ധിക്കാരം കാണിക്കുക. താൻ അതീവ ദുർബലനാണെന്ന് തിരിച്ചറിഞ്ഞു, ആ റബ്ബ് അതീവ ശക്തനാണെന്നും തിരിച്ചറിഞ്ഞു, എന്നിട്ട് ആ റബ്ബിനെ ധിക്കാരം കാണിക്കുക. ഇതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന, ഏറ്റവും അത്യത്ഭുതകരമായ, ആശ്ചര്യമുളവാക്കുന്ന കാര്യമെന്നാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞത്. ഇത് മാവർദിയുടെ അദബുദ്ദുനിയ വദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട അസറാണ്. വഖാല ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, മിൻ അഅജബിൽ അശ്യാഇ, ഏറ്റവും അത്യത്ഭുതകരമായ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അൻ തഅരിഫഹു, നീ റബ്ബിനെ മനസ്സിലാക്കുന്നു, സുമ്മ ലാ തുഹിബ്ബുഹു, റബ്ബിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം ആ റബ്ബിനെ നീ ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വ അൻ തസ്മഅ ദഅഇഹി സുമ്മ തതഅഖർ അനിൽ ഇജാബ, ആ റബ്ബിലേക്കുള്ള ക്ഷണത്തെയും അതിലേക്ക് ക്ഷണിക്കുന്ന ക്ഷണിതാക്കളെ നീ കേട്ടു, അവരുടെ വാക്കുകൾ നീ കേട്ടു, നീ കേട്ടതിന് ശേഷവും തതഅഖറു അനിൽ ഇജാബ, ആ ഒരു ക്ഷണത്തിന് മറുപടി നൽകുന്നതിൽ നിന്ന് നീ സാവകാശം കാണിക്കുന്നു, അതിൽ നിന്ന് പിന്തിരിയുന്നു, അതിനൊരിക്കലും വേഗത്തിൽ നീ മറുപടി നൽകുന്നില്ല. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൻ തഅരിഫ ഖദറ റിബ്ഹി ഫി മുആമലതിഹി സുമ്മ തആമൽ ഗൈറുഹു, ആ റബ്ബുമായിട്ട് നടത്തുന്ന ഇടപാടുകളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടവും ലാഭവും അതിന്റെ അളവ് എത്രമാത്രം വലുതാണ്, അതെത്രമാത്രം വലുതാണ് എന്നുള്ളത് നീ തിരിച്ചറിഞ്ഞ് അതിനുശേഷവും ആ റബ്ബുമായിട്ട് ഇടപാട് നടത്താൻ തയ്യാറാവാകാതെ മറ്റുള്ള ആളുകളുമായിട്ട് നീ ഇടപാടിന് പോകുന്നു. അഥവാ ഇടപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോ റബ്ബിനോടുള്ള ഇടപാടിന്റെ അതിലുള്ള ലാഭത്തിന്റെ പ്രോഫിറ്റിന്റെ വലിപ്പം മനസ്സിലാക്കിയതിനു ശേഷം ഇത്രയും വലിയ പ്രോഫിറ്റ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് വില കുറഞ്ഞ ആളുകളായിട്ട് നീ ഇടപാടിന് പോകുന്നു. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ റബ്ബിന്റെ കോപം, ആ കോപത്തിന്റെ കാഠിന്യം എത്രമായിരിക്കും, അതിന്റെ അനന്തരഫലം എത്രമാത്രം ഭീകരമായിരിക്കുമെന്നും തിരിച്ചറിഞ്ഞു ശേഷം സുമ്മത്ത തകറു ലഹു, ആ കോപത്തിന് തന്നെ നീ ചോദിച്ചു വാങ്ങിക്കുന്നു, ആ കോപത്തിന് നീ സ്വയം അർഹനായിത്തീരുന്ന പ്രവർത്തികൾ നീ ചെയ്യുന്നു. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൻ തദൂക ആലമൽ വഹ്ശതി ഫീ മഅസിയതിഹി സുമ്മ ലാ തത്ലുബുൽ ഉൻസ ബിതഅതിഹി, ആ റബ്ബിനെ ധിക്കരിക്കുന്ന സമയത്തുണ്ടാകുന്ന മനസ്സിന്റെ മനക്ലേശം, അതിന്റെ ആ ഒരു പ്രയാസം, അത് നീ ശരിക്കും രുചിച്ചറിഞ്ഞ് എന്നിട്ടും സുമ്മ ലാ തത്ലുബുൽ ഉൻസ ബിതഅതിഹി, നീ ആ റബ്ബിന് അനുസരണം കാണിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് നിന്റെ മനസ്സിനൊരു സ്വസ്ഥത നൽകുവാന് നീ ആവശ്യപ്പെടുന്നില്ല, അതിനുവേണ്ടി നീ ശ്രമിക്കുന്നില്ല. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൻ തദൂക ഉസ്റത്തൽ ഖൽബി ഇൻദൽ ഖൗലി ഫി ഗൈരി ഹദീസിഹി വൽ ഹദീസു അൻഹു സുമ്മ ലാ തഷ്താഖു ഇലാ ഇൻശിറാഹി സുദ്രി ബിദിക്രിഹി വ മുനാജാതിഹി, ആ റബ്ബുമായി ബന്ധമില്ലാത്ത ഇതിനു പുറമേയുള്ള കാര്യങ്ങൾ മറ്റു പല ചർച്ചകളിലും നീ മുഴുകി. അങ്ങനെ മുഴുകി അവസാനം നിന്റെ ഹൃദയം അത് ഇടുങ്ങിപ്പോയി, ഹൃദയത്തിന് അത്രമാത്രം ഇടുക്ക അനുഭവപ്പെട്ടു. ഇതൊക്കെ നീ അനുഭവിച്ചറിഞ്ഞതാണ്. അതിനുശേഷവും ലാ തഷ്താഖു ഇലാ ഇൻശിറാഹി സുദ്രി ബിദിക്രിഹി വ മുനാജാതിഹി, ഈ ഒരു പ്രയാസം അനുഭവിച്ചറിഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് ഒരു വിടുതൽ നേടുവാൻ വേണ്ടിയിട്ട് ആ റബ്ബിനെ ദിക്ർ നടത്തുവാനും അവനെ ആലോചിക്കുവാനും അവരുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തുവാനും നീ ശ്രമിക്കാതിരിക്കുക. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൻ തദൂകൽ അദാബ ഇൻദ തഅല്ലുഖിൽ ഖൽബി ബിഗൈരിഹി വലാ തഹ്രിബു മിൻഹു ഇലാ നഈമിൽ ഇഖ്ബാലി അലൈഹി വൽ ഇനാബതി ഇലൈഹി,
ആ റബ്ബ് അല്ലാത്ത മറ്റുള്ള ആളുകളുമായിട്ട് നിന്റെ ഹൃദയത്തെ നീ കെട്ടുബന്ധം സ്ഥാപിച്ച്, ഹൃദയത്തെ കെട്ടിയിട്ട് മറ്റു പലതിലേക്കും, അവസാനം അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നീ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ നീ പക്ഷെ എന്നിട്ടും ആ റബ്ബിലേക്ക് അടുത്തുകൊണ്ട്, ആ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഗുണങ്ങളും അതിന്റെ ആ മാനസിക സ്വസ്ഥത ഇതൊന്നും അനുഭവിക്കാൻ നീ തയ്യാറാകുന്നില്ല. ഇതും ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. വഅഅജബു മിൻ ഹാദ, ഇതിനേക്കാളൊക്കെ ഏറ്റവും അത്ഭുതങ്ങളിൽ അത്ഭുതമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമുക, നിന്റെ അറിവാണ്. അന്നക ലാ ബുദ്ദ ലക മിൻഹു വഅന്നക അഹ്വജു ശൈഉൻ ഇലൈഹി. ആ റബ്ബിനോട് ഏറ്റവും ആവശ്യക്കാരനാണ് നീ എന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ റബ്ബിനെ കൂടാതെ നിനക്ക് ഒരിക്കലും നിലനിൽപ്പ് സാധ്യല്ല എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റബ്ബിനോട് ഏറ്റവും വലിയ ആവശ്യക്കാരനാണ് നീ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു അറിവ് നിനക്കുണ്ട്. വഅൻത അൻഹു മുഅരിളുൻ, എന്നിട്ടും നീ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നു. വഫീമാ യുബ്ഇദുക അൻഹു റായിബുൻ, ആ റബ്ബിൽ നിന്ന് നിന്നെ അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നീ അങ്ങേയറ്റം താല്പര്യം പുലർത്തുന്ന, അതിനോടൊക്കെ നീ ഇഷ്ടം കാണിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അറിവുണ്ടായിട്ട്, അപ്പൊ ഈ ഒരു അറിവാണ് ഇത്ര റബ്ബിനെ മനസ്സിലാക്കിയതിനു ശേഷവും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിക്കുക. അതാണ് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളായ കാര്യമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഉദ്ധരണിയാണ്. പക്ഷെ ധാരാളം പോയിന്റുകളാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഒരു സംസാരത്തിലൂടെ, ഉപദേശങ്ങളാണ് നമുക്കിതിലൂടെ നൽകുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഇതിലെ ഏറ്റവും അവസാനത്തെ വിഷയമായിക്കൊണ്ട് അള്ളാഹുവിന്റെ തഅലീം നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുവാൻ കാരണമായിട്ടുള്ള നാലാമത്തെ കാര്യമായിക്കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഷെയ്ഖ് ഹഫിളഹുല്ല ഇവിടെ എടുത്തു കൊടുക്കുന്നത് അന്നസ്തഈന അലാ തഅലീമിൽ ബാരി സുബ്ഹാനഹു വ തആല ബിതദബ്ബുരി കിതാബിഹി അൽ അസീസ് വ തഫഹുമി മആനിഹി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അതിനെ തദബ്ബുർ നടത്തുക, ഉറ്റാലോചിക്കുക, അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. വിശുദ്ധ ഖുർആനെ ഉറ്റാലോചിക്കലും അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കലും, തഫഹുമ് നടത്തലും തദബ്ബുർ നടത്തലും. ഖാല അൽ ഇമാം അഹ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ല, ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, യംബഗി ലിതാലിൽ ഖുർആനിൽ അലീം അൻ യൻദുറ കൈഫ ലതഫ അല്ലാഹു തആല ബിഖൽഖിഹി ഫി ഇസാലി മആനി കലാമിഹി ഇലാ അഫ്ഹാമിഹിം. അല്ലാഹു തആല ഈ ഒരു ആശയങ്ങൾ അവന്റെ വാക്കുകളിലൂടെ അവന്റെ അടിമകളിലേക്ക് പകർന്നു തന്നുകൊണ്ട് എപ്രകാരമാണ് അവന്റെ സൃഷ്ടികളോട് അവനൊരു വാത്സല്യം കാണിച്ചിരിക്കുന്നത് എന്ന് നോക്കൽ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്നാണ്. അവൻ നിർബന്ധമായിട്ടും ആ ഒരു കാര്യം നോക്കണം. അല്ലാഹു തആല എപ്രകാരമാണ് അവന്റെ സൃഷ്ടികളോട്, കൈഫ ലത്തഫ അല്ലാഹു തആല ബിഖൽഖിഹി, അവന്റെ സൃഷ്ടികളോട് ലുത്ഫ്, വാത്സല്യം കാണിച്ചിരിക്കുന്നതെന്ന് നോക്കൽ അനിവാര്യമാണ്. വഅൻ യഅലമ അന്നമാ യഖറഉഹു ലൈസ മിൻ കലാമിൽ ബശർ, മാത്രമല്ല അവൻ അറിയണം, അവനാ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാചകങ്ങളല്ല, മനുഷ്യന്റെ വാക്കല്ല. വഅൻ യസ്തഹ്ലിറ അലമതൽ മുതകല്ലിമി സുബ്ഹാനഹു വയതദബ്ബറ കലാമഹു, അവനത് ആ ഖുർആനെ വായിക്കുന്ന, പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ആ വാക്കുകൾ, ആ കലാമുകൾ അവനോട് സംസാരിക്കുന്ന റബ്ബിന്റെ അളമത്തിനെ അവന്റെ ഹൃദയത്തിൽ അവൻ മനോവിചാരം നടത്തണം. ഇത് അദ്ദേഹത്തിന്റെ മുഖ്തസറു മിൻഹാജിൽ കാസിദീൻ എന്ന ഗ്രന്ഥത്തില് ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ല പറഞ്ഞതാണ്. ശേഷം ഷെയ്ഖ് പറയുന്നു, നമ്മൾ നിർബന്ധമായിട്ടും വെടിയേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിർബന്ധമായിട്ടും വെടിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അൻ യകൂന ഹദഫുന ഫഖത് ഖിറാഅത്തു അൽഫാദിൽ ഖുർആനി വ ഹിഫ്ളിഹി, കേവലം ഖുർആന്റെ ലഫ്ളുകൾ വായിക്കുക, അതിന്റെ അക്ഷരപാരായണം മാത്രം നടത്തുക, അതുപോലെ തന്നെ അത് അതിന്റെ അക്ഷരങ്ങൾ ഹിഫ്ലാക്കി വെക്കുക എന്നത് മാത്രമായിട്ട് ചുരുങ്ങുക. ഈ ഒരു അവസ്ഥ നാം വെടിയേണ്ടതുണ്ടെന്നാണ്. ദൂനൽ ഔസി ഫി തഫക്കുരി ഫി മആനിഹി,
അതിന്റെ ആശയങ്ങളിലേക്കൊന്നും ഇവൻ ഇറങ്ങിച്ചെല്ലുന്നില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ കേവലം അതിന്റെ അൽഫാലുകളിൽ മാത്രം, അതിന്റെ അക്ഷരപാരായണത്തിൽ ഖുർആനെ ഒതുക്കുക എന്ന അത്തരമൊരു പ്രവണതയിൽ നിന്ന് നാം നിർബന്ധമായിട്ടും പിന്മാറേണ്ടതുണ്ട്, വെടിയേണ്ടതുണ്ട്. ഫഖദ് റാബല്ലാഹു തആല അൽ മുനാഫിഖീന ലമ്മാ അഗ്റലു അൻ തദബ്ബുരി കിതാബിഹിൽ അസീസ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ തദബ്ബുർ നടത്താൻ, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാന് തയ്യാറാവാതിരുന്ന മുനാഫിഖീങ്ങളെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആക്ഷേപിച്ചതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന, അവർ ആ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അത് അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാമായിരുന്നു എന്നാണ് സൂറത്തു നിസാഇന്റെ 82-ാമത്തെ ആയത്താണ്. ഖാലൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാബൽ മുനാഫിഖീന ബിൽ അഅറാളി അനിത് തദബ്ബുരി ഫിൽ ഖുർആനി വത്തഫക്കുരി ഫീഹി വഫീ മആനിഹി. ഈ ആയത്തിൽ അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്, അവരെ വിമർശിക്കുകയാണ് മുനാഫിഖീങ്ങളെ. ബിൽ അഅറാളി അൻ തദബ്ബുരി ഫിൽ ഖുർആൻ, ഖുർആനെ ഉറ്റാലോചിക്കുന്നതിൽ നിന്നും അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കുന്നതിൽ നിന്നും അവർ പിന്തിരിഞ്ഞത് മൂലം അല്ലാഹു തആല ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന, അവർ ഉറ്റാലോചിക്കുന്നില്ല എന്ന് അല്ലാഹു തആല ചോദിക്കുന്നതെന്നാണ്. ഇത് തഫ്സീർ ഖുർത്തുബിയിൽ ഉദ്ധരിച്ചതാണ്. വഖാല അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഖിറാഅത്തു ആയത്തിൻ ബിതഫക്കുരിൻ വതഫഹുമിൻ ഖൈറും മിൻ ഖിറാഅത്തി ഖത്മതി ബിഗൈരി തദബ്ബുരിൻ വതഫഹുമിൻ. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് അത് നാം ഉറ്റാലോചിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങളെയും അതിന്റെ തഫ്സീറുകളെയൊക്കെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആയത്ത് ഓതുക എന്നുള്ളതാണ് ഖുർആനെ പ്രത്യേകിച്ച് ആലോചിക്കാതെ കേവലം ഖുർആൻ മൊത്തം ഓതി തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉത്തമെന്നാണ്. ഇത്തരം തദബ്ബുറോടുകൂടി ഉറ്റാലോചനയോട് കൂടിയിട്ട് ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ അത് ഒരു തദബ്ബുറില്ലാതെ ഒരു ചിന്തയില്ലാതെ ഖത്തം തീർത്തു കഴിഞ്ഞാൽ അത് ഖത്തം തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉത്തമമാണെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. വഅൻഫഉ ലിൽ ഖൽബി വഅദ്ആ ഇലാ ഹുസൂലിൽ ഈമാനി വദൗഖി ഹലാവത്തിൽ ഖുർആൻ. കാരണം ഈ ഒരു തദബ്ബുറും ഈ ഖുർആന്റെ ആയത്തുകളിലുള്ള ഉറ്റാലോചനയും അതിനെക്കുറിച്ചുള്ള ചിന്തയും അതാണ് ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്പെടുക. ഹൃദയത്തിന് ഉപകാരപ്പെടുക ഖുർആന്റെ ആയത്തുകളെ ചിന്തിച്ചുകൊണ്ട് ഓതുമ്പോഴാണ്. അതല്ലാതെ ഒരു ചിന്തയില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഖത്തം തീർക്കുക എന്നുള്ളതല്ല ഏറ്റവും ഉപകാരപ്പെടുക. നേരെ മറിച്ച് ചിന്തിച്ചുകൊണ്ട് ഉള്ള ഓത്താണ് ഏറ്റവും അൻഫഉലിൽ ഖൽബ്, ഹൃദയത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുക. വഅദ്ആ ഇലാ ഹുസൂലിൽ ഈമാൻ, ഈമാന് വർദ്ധിക്കാനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത്തരം ഓത്താണ്. വഹാദിഹി കാനത്ത് ആദത്തു സലഫ് യുറദ്ദിദു അഹദുഹുമുൽ ആയ ഇല സ്വബാഹ്. അതുകൊണ്ടാണ് സലഫുസ് സ്വാലിഹീങ്ങൾ അവരുടെ ഒരു രീതിയായിരുന്നു, അവരിൽ ഒരാൾ ഒരു ആയത്ത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇല സ്വബാഹി, പുലരുന്നവരെ, നേരം പുലരുന്നവരെ. രാത്രി നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിലൊരൊറ്റ ആയത്ത് ഓതുള്ളൂ, അതെന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അഥവാ ആ ആയത്തിനെ കുറിച്ച് തന്നെ അവര് മനസ്സ് കേന്ദ്രീകരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ നമസ്കാരത്തില്. വഖദ് സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാമ ബിആയത്തിൻ യുറദ്ദിദുഹാ ഹത്ത സ്വബാഹ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സുബ്ഹി വരെയും ഒരൊറ്റ ആയത്ത് മാത്രം നിന്നുകൊണ്ട് ഓതിയതായിക്കൊണ്ട്. വഹിയ കൗലുഹു, അതെന്ന് പറയുന്നത് ഈ ഒരു വാക്കാണ്, ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇൻ തുഅസിബുഹും, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസ് ആണല്ലോ ഹക്കീമാണല്ലോ എന്നാണ് സൂറത്ത് മാഇദയുടെ 118-ാമത്തെ ആയത്ത്. അപ്പൊ ഈ ഒരു ആയത്ത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മൊത്തം മറ്റൊരു ആയത്തും ഓതാതെ ഈ ഒരു ആയത്ത് മാത്രം ഓതി നന്ന് നമസ്കരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, ഫഖിറാഅത്തുൽ ഖുർആനി ബിത്തഫക്കുർ ഹിയ അസ്ലു സ്വലാഹിൽ ഖൽബ്. അതുകൊണ്ട് തന്നെ ഖുർആനെ ഉറ്റാലോചിച്ചുകൊണ്ട് ഓതുക എന്നുള്ളതാണ്
ഹൃദയത്തിന്റെ സംസ്കരണത്തിന്റെ ഏറ്റവും ഉസൂൽ, അതിന്റെ ഉസൂൽ എന്നുള്ളത് ഈ ഒരു തരത്തിലുള്ള ഓത്താണ്, ഇത്തരത്തിലുള്ള പാരായണാണ്. ഖുർആന്റെ ആയത്തുകളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഓതുക എന്നുള്ളതാണെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരി സആദ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ്. ശേഷം ഇത് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഇനി ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ലേഖനങ്ങളിൽ അദ്ദേഹം നമ്മോട് ചർച്ച ചെയ്യുന്നത്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.